ഇനി എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, ലോകം പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ, അവിടുന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ 26ഓളം വരുന്ന ദിക്റുകളും ദുആകളുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലാൻ വേണ്ടി പോകുന്നത്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്. ഓരോ ദിവസങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ അദ്കാറു സ്വബാഹിലൂടെ, അദ്കാറുൽ മസായിലൂടെ ഒരുപാട് ആളുകളാണ് വലിയ വലിയ റാഹത്ത് പറയാറുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു ഉമ്മച്ചി വാഴക്കാട് വലിയ ജുമുഅത്ത് പള്ളിയിൽ വന്നുകൊണ്ട് ജനവാതിലിനെ മുട്ടി. ഞാൻ ജനവാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഉമ്മച്ചി പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഈ കയ്യില് ഞാനൊരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പറയുകയാണ്, ഉസ്താദേ, ഈ മൊബൈൽ ഫോണ് എന്റെ ഭർത്താവ് പൊട്ടിച്ചതാണ്. ഞാൻ ചോദിച്ചെങ്ങനെ? ആ സമയത്തിൽ ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, ഞാൻ അത് കേൾക്കാറുണ്ട്. ഞാൻ കേൾക്കാറുള്ളത് പ്രഭാതത്തില് എന്റെ ഭർത്താവ് എഴുന്നേൽക്കാൻ ഏകദേശം ഒരു 7-8 മണി സമയമാകും. അതിന്റെ മുമ്പായി അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ കഴിയുമല്ലോ. അങ്ങനെ ഞാനത് കേൾക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം എന്റെ ഭർത്താവ് അതറിഞ്ഞാൽ എന്റെ ഭർത്താവ് ചീത്ത പറയും, എന്നെ ആക്ഷേപിക്കും, എന്റെ ഫോൺ എടുത്ത് ഉപേക്ഷിക്കുമെന്നൊക്കെ എനിക്കറിയാം. എന്റെ ഭർത്താവ് എന്നൊരു വഅലിനോ ഒരു ദിക്ർ മജ്ലിസിലേക്കോ ഒരു മജ്ലിസ് നൂറിനോ ഒന്നും പറഞ്ഞേക്കാറില്ല. എന്റെ ഭർത്താവ് നിസ്കരിക്കാറില്ല. മദ്യപാനിയായിരുന്നു ഉസ്താദേ. അങ്ങനെ എന്റെ ഭർത്താവിന്റെ മദ്യപാനം നിൽക്കാനായിരുന്നു ഞാൻ അത് കാറുസബായെ ചൊല്ലിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ബാക്കിലൂടെ എന്റെ ഭർത്താവ് വന്ന് എന്റെ മൊബൈൽ ഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കുറെ ദിവസമായി ഞാൻ ഈ സമയത്തിൽ ഈ മൗലിയാരെ ദിക്ർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തടി ഈ മൗലിയാമാരുടെ പരിപാടി നീ ഇങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് മൗലിയാമാര് മുഴുവനും കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞ് ആ മൊബൈൽ ഫോൺ എടുത്ത് പൊട്ടിക്കുകയാണ് ചെയ്തത്. ആ ഉമ്മ പറയുകയാണ്, ഉസ്താദ് അങ്ങനെ പൊട്ടിച്ചതാണ് ഈ മൊബൈൽ ഫോണ്. ആ സമയത്തില് എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, ഞാൻ ഈ വിഷമം, എന്റെ ഈ സങ്കടം എന്റെ മകനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ ഒരു കൂട്ടുകാരൻ അവിടത്തിലേക്ക് വരുന്നുണ്ട്, അവന്റെ കയ്യിൽ ഞാനൊരു മൊബൈൽ ഫോൺ കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ ആ സഹോദരന് മൊബൈൽ ഫോൺ കൊടുത്തേച്ചുമ്മ പറയുകയാണ്, ഉസ്താദ് രണ്ടാമത്തെ ഫോൺ എടുത്ത് പറയുന്നു, ഉസ്താദ് ഇതാണ് എന്റെ മകൻ അയച്ചു തന്നത്. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഉസ്താദ് ഞാനിപ്പോൾ അതിലാണ് കേൾക്കാറുള്ളത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്? ആ ഉമ്മ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ഉസ്താദ് എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ മകന് രണ്ടാമത് അയച്ചിരുന്ന മൊബൈൽ ഫോണില് അത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് എന്റെ ആ ഭർത്താവ് വരുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അടുക്കളയിൽ ഒരു സ്റ്റൂളിന്റെ മുകളില് എന്റെ ഭർത്താവ് ഇരിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനെ കണ്ടപാട് ഞാൻ മൊബൈൽ ഫോണിന്റെ അരികിലേക്ക് ചെന്ന് ആ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എടീ നീ അത് ഓഫാക്കണ്ട, അവിടെ നിന്നോട്ട്, നീ ചെല്ലിക്കോ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ ഉമ്മച്ചി പറയുന്നു, ഉസ്താദേ അൽഹംദുലില്ലാഹ് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവ് ഇപ്പോൾ മദ്യപാനിയല്ല, കള്ളു കുടിക്കാറില്ല എന്ന് മാത്രമല്ല, ഉസ്താദേ സുബഹിക്ക് എഴുന്നേൽക്കാറ് ഒരൊറ്റ വക്തിനും പള്ളിയിൽ പോകാത്ത എന്റെ ഭർത്താവ് ഇപ്പോൾ സുബ്ഹ് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇത് വലിയുദ്ദീൻ ഫൈലിയുടെ അത്ഭുതമല്ല, ഇത് മഹാനാകുന്ന ലോകം പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ
26 ദിക്റുകൾ ഉണ്ടല്ലോ, അതിന്റെ പവറാണ് ആ കാണുന്നത്. അവനെന്ന് നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റുകളുടെ മഹത്വമാണ് നാം ആ കാണുന്നത്. അതുപോലെ തന്നെ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പവറാണ്. എന്റെ മുത്തുമോമിനീങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ മനസ്സാന്തരങ്ങളില് അടഞ്ഞുകൂടി കിടക്കുന്ന പ്രയാസങ്ങള്, വിഷമങ്ങള് അല്ലാഹു തീർത്ത് തരാതിരിക്കുകയില്ല. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കള് അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് കള്ളുകുടിയന്മാരോ ഹാൻസ് വെക്കുന്നവരോ കഞ്ചാവിന്റെ അടിമകളോ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യരുത്. ഒരിക്കലും നമ്മെ അവരെ മാറ്റി നിർത്തരുത്. അവരെ നാം മാറ്റി നിർത്തിയാൽ പിന്നെ സ്വീകരിക്കാൻ അവരെ ആരാ സ്വീകരിക്കാനുണ്ടാകുക? ഒരിക്കലും അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ കൂട്ടുപിടിക്കണം. നാം നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താക്കന്മാരെ കൂട്ടുപിടിച്ച് അവരോട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എന്നിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല ദിക്റുകൾ ചൊല്ലി ഇലാഹായ റബ്ബിലേക്ക് കണ്ണും കൈയും ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് എന്റെ ഈ കാക്കനെ ഒന്ന് നന്നാക്കി എന്നിലേക്ക് ഏൽപ്പിക്കണേ. അതുപോലെ തന്നെ എന്റെ മക്കളെ ഒന്ന് നല്ലതുപോലെ നിസ്കരിക്കുന്ന നല്ലൊരു മക്കളായി എന്നിലേക്ക് ഏൽപ്പിക്കണേ അല്ലാഹ് എന്ന് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി അല്ലാഹുവിനോട് പറയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾ അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരിക്കലും വിഷമിക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എത്രയെങ്ങാനും രോഗികളാണെന്നറിയോ? ക്യാൻസർ രോഗിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യന് ഇവിടത്തിലേക്ക് വന്നിട്ടുണ്ട്. എത്ര തരം ക്യാൻസറുകളാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത് കാർസഭ കണ്ടുവരുന്ന കൈബന്ധിച്ച് ഒരു ഉപ്പാന്റെ കഥ കേട്ടിട്ടില്ലേ? അതായത് തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം മുമ്പ് ആ ഉപ്പച്ചിയുടെ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പായി ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന്. രോഗം മാറണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ അയാൾക്ക് കണ്ണ് കാണുന്നില്ല. ആ സമയത്തില് ഇന്ന് രാവിലെ ആ മനുഷ്യൻ അവിടെ വന്നിരുന്നു. എനിക്ക് ദുന്യാവൊന്നും കാണണ്ട, എനിക്ക് എന്റെ മക്കളൊരു നോക്ക് കാണുക, എനിക്കൊന്ന് തൗഫീഖ് ഉണ്ടാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് നമ്മളൊക്കെ ലൈവിലൂടെ കണ്ടവരല്ലേ. എനിക്ക് വേറെ ഒന്നും കാണണ്ട ഉസ്താദേ, എനിക്ക് എന്റെ മക്കളൊന്നും കാണാൻ മതിയായിരുന്നു എന്ന്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, അങ്ങനെയുള്ള ഒരു രോഗവും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും നീ നൽകരുത് പടച്ചവനെ. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, അത്തരം രോഗത്തിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ അകലുകാരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അങ്ങനെ തുടങ്ങിയ എത്ര തരായി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണെന്നറിയോ ഈ മജ്ലിസിലുള്ളത്? ക്യാൻസർ പിടിപെട്ടവരെ, വൃക്ക സംബന്ധമായ രോഗമുള്ളവരെ, ലിവർ സംബന്ധമായ രോഗമുള്ളവരെ, ഡയാലിസിസ് ചെയ്യുന്നവരെ, അതുപോലെ തന്നെ അസഹ്യമായ ശരീരവേദനകൾ ഉള്ളവരെ, അതുപോലെ തന്നെ അപസ്മാര രോഗമുള്ളവരെ, ബോധക്ഷയ രോഗമുള്ളവരെ, ഇങ്ങനെ തുടങ്ങിയ 100 കൂട്ടം രോഗികളാണല്ലോ നമ്മുടെ ഈ മജ്ലിസിലുള്ളത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും വിഷമിക്കണ്ട. അല്ലാഹുവിനേക്കാൾ വലിയ ഒരു ഡോക്ടർ ഇല്ലല്ലോ, ദുആഇനേക്കാൾ വലിയ ഒരു മരുന്നില്ലല്ലോ, അതുപോലെ തന്നെ മജ്ലിസിനേക്കാൾ വലിയ ഒരു ഹോസ്പിറ്റൽ ഇല്ലല്ലോ. എന്തിനാ ഉപ്പമാരെ നമ്മൾ വിഷമിക്കുന്നത്? അല്ലാഹു നമ്മുടെ സകല രോഗങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹു മാറ്റിത്തരും, അല്ലാഹു ശിഫയാക്കി തരും. അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്ന എത്രയായിരം ആളുകളാണെന്നറിയോ നമ്മുടെ ഈ മജ്ലിസിലുള്ളത്? കടം കാരണമായി ഒന്ന് കുടുംബത്തിന്റെ അരികിലേക്കോ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ, എന്തിനേറെ
ഒരു ജുമാക്ക് പോലും പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകള് നമ്മുടെ മജ്‌ലിസിലുണ്ടല്ലോ. അവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ കോടക്ക, അള്ളാഹുവിന്റെ ഖജനാവില് എടുത്താൽ തീരാത്ത മുതലുണ്ട്. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവര്, അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവര്, അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, എല്ലാവരോടും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കലും വിഷമിക്കണ്ട. എല്ലാവരും രണ്ട് കൈകളൊന്ന് മേലോട്ട് ഉയർത്തോ, എല്ലാവരും ഒന്ന് ഉയർത്തോ, നെഞ്ചോട് നേരെ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിനൊന്ന് മനസ്സിൽ കരുതോ. സൃഷ്ടാവായ, നമ്മെ പഠിച്ച് പരിപാലിക്കുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് ശ്വസിക്കാനുള്ള വായു നൽകിയ ഇലാഹായ കരുണക്കടലായ അള്ളാഹുവിനെ മനസ്സിലൊന്ന് കരുതോ. എല്ലാവരും ഒന്ന് കണ്ണടക്കോ. ഉമ്മമാരപ്പമാരെ എല്ലാവരും കണ്ണടക്കോ. എന്നിട്ട് അള്ളാഹുവിനെ മനസ്സിലൊന്ന് കരുതോ. അള്ളാഹുവിനോടൊന്ന് പറയൂ, അള്ളാഹുവേ, ഞാൻ ഈ അദ്കാർ ചൊല്ലുന്നത് ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ആവശ്യം നീ നിറവേറ്റി തരണേ അല്ലാ. എനിക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. എന്റെ മനസ്സിന്റെ ഉള്ളിലെ തളം കെട്ടി നിൽക്കുന്ന വിഷമങ്ങള് നിനക്കറിയുമല്ലോ, നീ റാഹത്തിലാക്കി തരണേ അല്ലാ എന്ന് റബ്ബിനോട് മനസ്സറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. എന്നിട്ടെല്ലാവരും അള്ളാഹുവിനെ മനസ്സിൽ കരുതി ഒരു ബിസ്മി ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സറിഞ്ഞ് ചെല്ലണേ, നിയത്ത് വെച്ച് നല്ല നിയത്തോടുകൂടെ ബിസ്മി ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 3 തവണ സൂറത്തുൽ ഫലഖ്, 3 തവണ സൂറത്തുൻ നാസ്, 1 തവണ ആയത്തുൽ കുർസി. എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم
وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇനിയുള്ളത് ദിക്റുകളും ദുആകളുമാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളും. അംസൈനാ, ആവേശം ചൊല്ലി. അംസൈനാ, ഒന്നുകൂടി ആവേശത്തിൽ. അംസൈനാ വഅംസൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. അള്ളാഹു ഇനി സ്വീകരിക്കണല്ലോ. ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നിനക്കറിയുമല്ലോ. എല്ലാ വിഷമങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണല്ലോ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണല്ലോ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണല്ലോ. ആഖിബത്ത് നന്നാക്കണല്ലോ. ഈമാൻ സലാമത്ത് നൽകണല്ലോ. ഇനി എന്റെ മുത്തുമുമ്മിന് 6ാമത്തെ ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റ. ഇതെങ്ങാനും ഒരാൾ വൈകുന്നേര സമയത്തിൽ അങ്ങ് 10 തവണ ചൊല്ലിക്കഴിഞ്ഞ മുത്തനബി തങ്ങൾ പറഞ്ഞല്ലോ, എങ്ങാനും ചൊല്ലിക്കഴിഞ്ഞ അവനിക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ നാളെ മഹ്ശർ എന്ന കോടതിയിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ നമ്മുടെ കഠോരമായ ഹിസാബുകളെല്ലാം കഴിഞ്ഞ ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക് മറുവിഭാഗം നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റി അങ്ങ് തിരിക്കുമ്പോ നമ്മളെങ്ങാനും കത്തിയാളുന്ന നരകത്തിലേക്കുള്ള വരിയിലേക്ക് അള്ളാഹു നിർത്തിയിരെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാ ദിവസത്തിലും 10 തവണ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണോ എങ്കിൽ മുത്ത് നബി തങ്ങളതാ ഇറങ്ങി വരികയാണ്. നമ്മുടെ കൈകൾ പിടിക്കുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുകയാണ്. അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇവൻ എന്റെ പേരില് എല്ലാ ദിവസത്തിലും 10 തവണ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞ് മുത്ത് നബി തങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മയും കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നവരാ. എന്റെ ഉപ്പ എന്റെ ഉമ്മ ആ ശഫാഅത്തിൽ നമ്മളും പെടണ്ടയോ? എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈ നിർത്തി പിടിക്കുമോ? ഇഖ്ലാസോടെ ആമീൻ എടുക്കുമോ? അല്ലാഹുവേ മുത്ത് നബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തണേ അല്ലാഹ്. എല്ലാവർക്കും മുത്ത് നബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. മുത്ത് നബി തങ്ങളുടെ കൈയും പിടിച്ച് ഔവലിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തില് ഞങ്ങൾ എല്ലാവരും നീ പെടുത്തണേ അല്ലാഹ്. അത്രയും വലിയ മഹത്വമുള്ള അമല എല്ലാവരും ചൊല്ലിക്കോ. ഇഖ്ലാസോടെ തഖ്വയോടെ മുത്ത് നബി തങ്ങളുടെ ശഫാഅത്ത് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ലഭിക്കണമെന്നുള്ള നിയത്തോടെ ചൊല്ലിക്കോ. 10 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് കീറി മുറിക്കുന്ന രോഗം നിന്ന് പരീക്ഷിക്കല്ലല്ലാ ജനങ്ങൾ വെറുക്കുന്ന രോഗം നിന്ന് പരീക്ഷിക്കല്ലല്ലാ മരുന്നില്ലാത്ത രോഗം നിന്ന് പരീക്ഷിക്കല്ലല്ലാ അപസ്മാര രോഗം നിന്ന് പരീക്ഷിക്കല്ലല്ലാ ബോധക്ഷയ രോഗം നിന്ന് പരീക്ഷിക്കല്ലല്ലാ ക്യാൻസർ കൊടുക്കണേ അല്ലാ ഇനി എന്റെ മുത്തമുഅ്മിനീങ്ങളെ ഏഴാമത്തത് കണ്ടോ ഹബീബായ നബി തങ്ങൾ ചൊല്ലിയടാ നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ ആവേശത്തിൽ ചൊല്ലു അല്ലാഹുമ്മ ബിക അംസൈനാ വബിക സുബ്ഹനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ ഇനി എന്റെ മുത്തുമോമിനെ എട്ടാമത്തെ ദിക്ർ കണ്ടോ വല്ലാത്ത മഹത്വമുള്ള ദിക്റാ ഇതെങ്ങാനും ഒരാൾ മൂന്നവണ ചൊല്ലിക്കഴിഞ്ഞാ പെടുന്നതിനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ അല്ലാഹു ഒരുക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ പെടുന്നതിനുള്ള അപകടങ്ങൾ ഉണ്ടല്ലോ അല്ലാഹു ഒരുക്ക് കൊടുക്കുകയില്ല പെടുന്നതിനുള്ള അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ അന്നത്തെ ദിവസം അവർക്ക് അല്ലാഹു കൊടുക്കുകയില്ല പെടുന്നതിനുള്ള ടെൻഷൻ എടുപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടല്ലോ അന്നത്തെ ദിവസം അവർ കേൾക്കേണ്ടി വരില്ല എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈ നിർത്തി പിടിക്കുമോ ചിഗ്രിപ്പ എന്ന വാഹനങ്ങളോടൊന്ന് റോഡിലൂടെയല്ലയോ നമ്മളും നമ്മുടെ ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കള് കുടുംബങ്ങള് എല്ലാവരും സഞ്ചരിക്കുന്നുണ്ട് എന്തിനേറെ നമ്മുടെ പിഞ്ചോമന പൈതങ്ങള് സ്കൂളിലേക്ക് മദ്രസകളിലേക്കും പോകുന്നത് വാഹനങ്ങളോടൊന്ന് റോട്ടിലൂടെയാണല്ലോ അല്ലാഹു ഞങ്ങളെ മക്കളെ നീ കാത്ത് രക്ഷിക്കണല്ലാ എല്ലാവരെയും അപകടങ്ങളെ തൊട്ട് നീ കാക്കണല്ലാ ഇഖ്ലാസോടാമീൻ പറയോ അല്ലാഹു നീ കാത്തു രക്ഷിക്കണല്ലാ പെടുന്നതിനുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണല്ലാ എന്ന് രക്ഷപ്പെടാൻ മൂന്ന് തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണമല്ലാ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കണമല്ലാ ഇനി എന്റെ മുത്തമുഅ്മിനീങ്ങളെ ഒൻപതാമത്തെ ദിക്ർ കണ്ടോ അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ ഇതെങ്ങാനും ഒരാൾ രാത്രിയിൽ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാ അന്നത്തെ രാത്രിയിൽ അവൻ ലോകത്തോട് വിട പറയുകയും ചെയ്തു കഴിഞ്ഞാ വഹുവ മിൻ അഹ്ലിൽ ജന്ന അവൻ സ്വർഗ്ഗത്തിന്റെ അകലുകാരനാണ് എന്ന് പറഞ്ഞ ഈ ദിക്റങ്ങ് ചൊല്ലലോടുകൂടെ നമ്മുടെ പേരുണ്ടല്ലോ സ്വർഗ്ഗത്തിന്റെ അകലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതുകയാണ് എന്റെ ഉപ്പ എന്റെ ഉമ്മ ആ ലിസ്റ്റിൽ നമ്മുടെ പേരും വരണ്ടയോ നമ്മുടേത് മാത്രം മതിയോ നമ്മുടെ മാതാപിതാക്കളുടെ പേര് വരണ്ടയോ നമ്മുടെ ഭർത്താക്കന്മാരുടെ പേര് വരണ്ടേ ഉമ്മ നമ്മുടെ ഭാര്യമാരുടെ പേര് വരണ്ടേ ഉപ്പ നമ്മുടെ മക്കളുടെ പേര് വരണ്ടയോ എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈ നിർത്തി പിടിക്കുമോ ഇഖ്ലാസോടെ ആമീൻ എടുക്കുമോ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണമല്ല എല്ലാവർക്കും നീ സ്വർഗം നൽകണമല്ല ഞങ്ങളെല്ലാവരും നീ സ്വർഗത്തിലേക്ക് കടത്തണമല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണമല്ല ഞങ്ങളെ ഉസ്താദുമാർക്ക് സ്വർഗം കൊടുക്കണമല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കണമല്ല ഞങ്ങളെ ഇക്കാക്കമാർ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ സ്വർഗം കൊടുക്കണമല്ല ഞങ്ങളെ മക്കൾക്ക് സ്വർഗം കൊടുക്കണമല്ല കുടുംബസമേതം നീ സ്വർഗത്തിന്റെ അകലുകാരായി ഞങ്ങളെ നീ ചേർത്തണേ അല്ലാ അത്രയും വലിയ മഹത്വമുള്ള ദിക്റാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഹബീബായ നബി തങ്ങൾ ചൊല്ലിയതാ നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ ആവേശത്തിൽ ചൊല്ലു അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക
بنعمتك علي وأبو لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ, കബൂൽ ചെയ്യണല്ലോ. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. പിന്നെ ഞങ്ങളുടെ വിഷമങ്ങള് കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ് അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണല്ലോ. കടക്കാർ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണല്ലോ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി തരണല്ലോ. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണല്ലോ. ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് ചൊരിയണല്ലോ. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് കൊടുക്കണല്ലോ. ബിസിനസ്സുകാരുടെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണല്ലോ. കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് അല്ലാ, എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും നീ കൊടുക്കണല്ലോ. അതുപോലെ തന്നെ കൃഷിക്കാരുടെ കൃഷികളിൽ നീ ബർക്കത്ത് കൊടുക്കണല്ലോ. പ്രവാസ ലോകത്തിൽ പ്രയാസപ്പെടുന്ന പ്രവാസികളുണ്ട് അല്ലാ, അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി സലാമത്ത് കൊടുക്കണല്ലോ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണയല്ലോ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണയല്ലോ. ഇനി എന്റെ മുത്തുമോമിന് 10ഉം 11ഉം കണ്ടോ പ്രാർത്ഥനകളാണ്. മുത്തുനബി തങ്ങൾ ദുആ ചെയ്തതാണ്, നമ്മളോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, എല്ലാവരും നെഞ്ചോട് നേരെ കൈ ഉയർത്തി പിടിച്ചോ, ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആവശ്യത്തിൽ അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്വാനി വശർകിഹി. اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وامن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. واعوذ بعظمتك ان نغتال من تحتي. അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. പിന്നെയുള്ള വിഷമങ്ങള് വീടില്ലാത്തവരുടെ വിഷമമാണ് അല്ലാ. വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് അല്ലാ, ക്വാർട്ടേഴ്സിൽ കഴിയുന്നവരുണ്ട് അല്ലാ. സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന മോഹത്തോടെ തറവാട്ട് വീട്ടിലിരുന്നുകൊണ്ട് മജ്‌ലിസിലേക്ക് കടന്നു വന്നവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ വീട് കൊടുക്കണല്ലോ. വീടില്ലാത്തവർക്ക് അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് വീട് കൊടുക്കണല്ലോ. വീടിന് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തവർക്ക് സ്ഥലം കൊടുക്കണല്ല. വീട്ടിലേക്ക് വഴി റെഡിയാവാത്തവർക്ക് വഴി റെഡിയാക്കി കൊടുക്കണല്ല. റോഡ് ശരിയാവാത്തവർക്ക് റോഡ് ശരിയാക്കി കൊടുക്കണല്ല. തറപ്പണി കഴിഞ്ഞവരുണ്ട്, പടവ് കഴിഞ്ഞവരുണ്ട്, തേപ്പ് കഴിഞ്ഞവരുണ്ട്, അല്ലാഹുവേ വയറിങ് കഴിഞ്ഞവരുണ്ട്. എല്ലാവർക്കും ആ വീട്ടിലേക്കൊന്ന് വേഗത്തിലൊന്ന് കയറിക്കൂടാൻ അല്ലാഹുവിനെ തൗഫീഖ് കൊടുക്കണല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ല. പടച്ചവനെ, ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ നീ സമാധാനം നൽകണല്ലോ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആമീൻ എടുക്കോ. അല്ലാഹുവെ സമാധാനം നൽകണല്ലോ. ഐശ്വര്യമുള്ള വീടാക്കണല്ലോ. റഹ്മത്തിന്റെ മാലാക്കന്മാര് പറന്നിറങ്ങുന്ന വീടാക്കണല്ലോ. അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ മറക്കെ തുറന്നു വെച്ച് തരുന്ന വീടാക്കണല്ലോ. പടച്ചവനെ, ഞങ്ങളെ വീട് മുഴുവനും നീ റാഹത്തിലാക്കണല്ലോ. ഇനി എന്റെ മുത്തുമൂമിന് 13-12 ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ഇതെങ്ങാനും ഒരാൾ 3 തവണ ചൊല്ലിക്കഴിഞ്ഞ അവന്റെ പേരുണ്ടല്ലോ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതുന്നതാണ്. എത്ര കണ്ട അനുഗ്രഹങ്ങളാ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞിരുന്നത്.
കണ്ണിന് കാഴ്ച തന്നിട്ടില്ലയോ, സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലയോ, കേൾക്കാനുള്ള കേൾവി ശക്തി നൽകിയിട്ടില്ലയോ, ധരിക്കാനുള്ള വസ്ത്രം തന്നിട്ടില്ലയോ, പാർക്കാനുള്ള പാർപ്പിടം തന്നിട്ടില്ലയോ, സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നൽകിയിട്ടില്ലയോ, കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ തന്നിട്ടില്ലയോ, കുടിക്കാനുള്ള വെള്ളം തന്നിട്ടില്ലയോ, ശ്വസിക്കാനുള്ള വായു നൽകിയിട്ടില്ലയോ, എണ്ണിയാ തെറുക്കാൻ കഴിയുമോ ഉപ്പാ, എണ്ണിയാ തെറുക്കാൻ കഴിയുമോ ഉമ്മ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങള്, എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി വെക്കാനുള്ളത് മാത്രമാണോ? അല്ലേ അല്ല. ഇതിനെല്ലാം നന്ദി പറയല് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലങ്ങ് ചെല്ലുമ്പോ വെച്ച കാലുണ്ടല്ലോ മുന്നോട്ടിളക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. പോരാ, തീരുന്നില്ല. അള്ളാഹുവിനെ കാത്ത് രക്ഷിക്കണേ അള്ളാഹുവെ, ഞങ്ങളെയും നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ ഞങ്ങളെയും ഞങ്ങൾ അഖിലുകാരെയും നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അള്ളാഹുവെ, നന്ദിയുള്ള നല്ല മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ പോരാ, തീരുന്നില്ല. ഈ ദിക്റുകൾ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞ കോടാനിക്കോടി വരുന്ന അനുഗ്രഹത്തിന്റെ കവാടങ്ങളുണ്ടല്ലോ. അള്ളാഹു അവരിലേക്ക് അങ്ങ് മലർക്ക തുറന്ന് വെച്ച് കൊടുക്കുന്നതാണ്. അള്ളാഹ് ഞങ്ങളിലേക്ക് നീ മലർക്ക തുറക്കണേ അത്രയും വലിയ മഹത്വമുള്ള ദിക്റ ഞാൻ ചൊല്ലിത്തരാം. നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കാൻ ചൊല്ലിക്കോള് മുത്തുമോമിനീങ്ങളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഇനി എന്നെ മുത്തുമോമിനെ 13ാമത്തത് കണ്ടോ? ഹബീബാ നബി തങ്ങൾ ചൊല്ലിയടാ, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അംസൈനാ അലാ ഫിത്രത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു ഞങ്ങളെ മുസ്ലിമായി ജീവിപ്പിക്കണല്ലോ, മുസ്ലിമായി തന്നെ മരിപ്പിക്കണല്ലോ. ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ ഊരിക്കളയല്ലോ, ഹിദായത്ത് നശിപ്പിക്കല്ലോ, കാത്ത് രക്ഷിക്കണല്ലോ. 1, 2, 10, 15, 16, 18 കൊല്ലക്കാലം കിതാബോധി പഠിച്ച ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പോലും അല്ലാഹു ഹിദായത്തിനെ ഊരിക്കളയുന്ന രംഗമാ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുമ്പോ ആ വഹയിനെ എഴുതുവാൻ ഒരു കാത്തിബുൽ വഹി ഉണ്ടായിരുന്നു. അയാൾ കുരുത്തക്കേട് കളിച്ച കാരണത്താ അയാളുടെ ഹൃദയത്തിൽ നിന്ന് പോലും അള്ളാഹു ഹിദായത്തിനെ ഉരുക്കളഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നെഞ്ചോട് നേരെ കൈ നിർത്തി പിടിച്ചോ. അള്ളാഹു ഞങ്ങളെ മുസ്ലിമായി ജീവിപ്പിക്കണല്ലോ, മുസ്ലിമായി തന്നെ മരിപ്പിക്കണല്ലോ, ഈമാനിനെ ശക്തിപ്പെടുത്തി തരണല്ലോ, ആഖിബത്ത് നന്നാക്കി തരണല്ലോ. ഈ മജ്ലിസിന്റെ കറാമത്തോടെ ഞങ്ങളെ നന്നാക്കണല്ലോ. ഇനി എന്നെ മുത്തുമോമിന് 14ാമത്തെ ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റ. ഇതെങ്ങാനും ഒരാൾ 10 തവണ ചൊല്ലിക്കഴിഞ്ഞ അവന്റെ ജീവിതത്തിൽ നിന്ന് 10ഓളം വരുന്ന പാപങ്ങൾ ഉണ്ടല്ലോ അള്ളാഹു പൊരുത്തപ്പെട്ടങ്ങ് കൊടുക്കുന്നതാണ്. പോരാ, തീരുന്നില്ല. 10ഓളം പദവികളിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്നതാണ്. പോരാ, തീരുന്നില്ല. 10ഓളം നന്മകൾ അവന്റെ ഏടിലേക്ക് എഴുതി വെച്ച് കൊടുക്കുന്നതാണ്. പോരാ, തീരുന്നില്ല. 4 അടിമകളെ മോചിപ്പിച്ച സവാബുണ്ടല്ലോ അള്ളാഹു അവർക്കങ്ങ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ ചൊല്ലിയ ദിക്ർ, മുത്തനബി തങ്ങൾ മാത്രമല്ല മുത്തനബി തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും ചൊല്ലിയ ദിക്ർ നമ്മളോടും ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഫദ്ൽ കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോളൂ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير الله നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണം അല്ലാഹ്. പിന്നെയുള്ള വിഷമങ്ങള് മക്കളില്ലാത്തവരുടെ വിഷമമാണ് അല്ലാഹ്. ഒരു കുഞ്ഞുക്കാല് കാണാൻ കൊതിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ മജ്ലിസിലുണ്ട് അല്ലാഹ്. അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ഒന്നായവര് 2ാം മാസത്തിലേക്ക് കടന്നവര് 9ാം മാസം കഴിഞ്ഞവര് ഇന്നും നാളെയുമായി പ്രസവിക്കേണ്ടവര് എല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ഇനി എന്റെ മുത്തുമോമിനികളെ 15ാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്ർ. ഇതെങ്ങാനും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാ നാളെ മഹ്ശർ എന്ന കോടതി ഉണ്ടല്ലോ, എല്ലാവരും കിടകിടാ 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 വിറക്കുന്ന കോടതിയാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതല് സകലമാന പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തീങ്ങളെ കൈവെടിയുന്ന കോടതിയാണല്ലോ. ഒരു ചാണകല സൂര്യനൊലിക്കുന്ന കോടതിയാണല്ലോ. വിയർപ്പിൽ മുങ്ങിക്കളിക്കുന്ന കോടതിയാണല്ലോ. എല്ലാവരും ഇങ്ങനെ കിടകിട വിറക്കുന്ന സമയമാണല്ലോ. എങ്കിൽ നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ ഈ ദിക്റെങ്ങാനും 100 തവണ ചൊല്ലിയവരാണോ എങ്കിൽ നാളെ മഹ്ശറിലേക്ക് അവർ കടന്നു വരുമ്പോ അവരെക്കാൾ ഉന്നതരായി അവരെക്കാൾ മഹത്വമുള്ളവരായി വേറൊരാളും ഉണ്ടാകുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് കൈബന്ധിച്ചോ, ഇഖ്ലാസോടെ ആമീനെടുത്തോ. അല്ലാഹു ആ വിഭാഗം ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അർശിന്റെ തണല് നൽകണേ അല്ലാഹ്. മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം നീ കൂട്ടണേ അല്ലാഹ്. തിന്മയുടെ ഭാരം നീ കുറച്ച് കളയണേ അല്ലാഹ്. മുത്തനബി തങ്ങളോട് ഒന്നിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ആഖിറത്തിൽ ഞങ്ങളെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. അത്രയും വലിയ മഹത്വമുള്ള ദിക്ർ ചൊല്ലിക്കോളെ മുത്തുമോമിനികളെ 100 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി
Subhanallah bihamdihi, 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 Subhanallah wa bihamdi, 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 Subhanallah wa bihamdi. Subhanallah wa bihamdi, 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 Subhanallah wa bihamdi. Subhanallah wa bihamdi, 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 Subhanallah wa bihamdi. Subhanallah wa bihamdi, Subhanallah wa bihamdi, Subhanallah wa bihamdi. അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണമല്ലോ. ഇനി എന്റെ മുത്തുമോമിനെ 16ാമത്തെ ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്ർ. ഇതെങ്ങാനും ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അങ്ങ് ചൊല്ലിക്കഴിഞ്ഞ അല്ലാഹു മാരകമായ രോഗങ്ങൾ അവർക്ക് കൊടുക്കൂല്ല. അല്ലാഹു ഇനി കാത്ത് രക്ഷിക്കണമല്ലോ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. പടച്ചവനെ ഞങ്ങളെ കാഴ്ച ശക്തി നിലനിർത്തണല്ലോ, കേൾവി ശക്തി നിലനിർത്തണല്ലോ. അല്ലാഹുവേ ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കുന്നതിൽ നിന്ന് നീ കാത്ത് രക്ഷിക്കണല്ലോ. അല്ലാഹുവേ വീടും പറമ്പുമെല്ലാം വിൽപ്പന നടത്തി കടക്കാരനായി ചികിത്സിക്കുന്ന രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലോ. കാത്ത് രക്ഷിക്കണല്ലോ. ഞങ്ങൾക്ക് തടിക്ക് ആഫിയത്ത് നൽകണല്ലോ. എത്രയും വലിയ മഹത്വമുള്ള ദിക്ർ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആവേശത്തിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫരി والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. പിന്നെയുള്ള വിഷമങ്ങള് കല്യാണ പ്രായമെത്തിയ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ മജ്‌ലിസിൽ ഉണ്ട്. അല്ലാഹുവിന്റെ കല്യാണം നീ ശരിയാക്കി കൊടുക്കണല്ലോ. കല്യാണ പ്രായമെത്തിയ ആൺമക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണല്ലോ. പെൺമക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണല്ലോ. നിക്കാഹ് കഴിഞ്ഞവരുണ്ട്, നിശ്ചയിച്ച് വെച്ചവരുണ്ട്. എല്ലാവരുടെയും കല്യാണം നീ റാഹത്തിലാക്കി കൊടുക്കണല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പെണ്ണന്മാര് കെട്ടിച്ചു വിട്ട വീട്ടിൽ സമാധാനം കൊടുക്കണല്ലോ. അവളും അവരുടെ അമ്മായിയമ്മ, നാത്തൂന്മാർ, ഇളയച്ചിമാര്, മുത്തച്ചിമാര്, അല്ലാഹു അവളുടെ ഭർത്താവ് എല്ലാവരും ഐക്യത്തോടെ നിൽക്കുന്ന കുടുംബമാക്കണല്ലോ. സ്നേഹം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ റാഹത്ത് കൊടുക്കണല്ലോ. ഇനി എന്റെ മുത്തുമോമിനെ 17ാമത്തെ ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്ർ. മുത്തുനബി തങ്ങൾ ചൊല്ലിയടാ, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണല്ലോ. എല്ലാവരും ചൊല്ലിക്കൊള്ളും 100 തവണ. അസ്തഗ്ഫിറുല്ലാഹ വ തൂബ ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ തൂബ ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ തൂബ ഇലൈഹി,
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അല്ലാഹു എന്നെ സ്വീകരിക്കണം അല്ലാഹ് ഖബൂൽ ചെയ്യണം അല്ലാഹ് എന്നെ മുത്തുമുഅ്മിനീങ്ങളെ 16ാമത്തെ ദിക്ർ കണ്ടോ 17ാമത്തെ ദിക്ർ കണ്ടോ 18ാമത്തെ ദിക്ർ കണ്ടോ ഹബീബായ നബി തങ്ങൾ ചൊല്ലിയ ദിക്ർ അല്ലാഹു എന്നെ സ്വീകരിക്കണം അല്ലാഹ് ഖബൂൽ ചെയ്യണം അല്ലാഹ് ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണം അല്ലാഹ് അത്രയും വലിയ മഹത്വമുള്ള ദിക്ർ എല്ലാവരും ചൊല്ലിക്കോളൂ എടുത്തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അല്ലാഹു എന്നെ സ്വീകരിക്കണമല്ലോ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണമല്ലോ ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ അല്ലാഹു അവസാനം മരിക്കുമ്പോ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ മരിപ്പിക്കണമല്ലോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ടുള്ള മരണം നൽകണമല്ലോ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയിപ്പിക്കണമല്ലോ ഇനി എന്റെ മുത്തുമോമിന് 19ാമത്തെ ദിക്ർ കണ്ടോ ഒരു തവണയാണ് ചൊല്ലേണ്ടത് ഞാൻ ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹു എന്നെ സ്വീകരിക്കണമല്ലോ ഖബൂൽ ചെയ്യണമല്ലോ ഇനി എന്റെ മുത്തുമോമിന് അവസാനിക്കുകയാണ് 20ാമത്തെ ദിക്ർ കണ്ടോ വല്ലാത്ത മഹത്വമുള്ള ദിക്ർ ഇതെങ്ങാനും ഒരാൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് 4/1 ഭാഗം മോചിതനാണ് 2 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പകുതി ഭാഗം നരകത്തിൽ നിന്ന് മോചിതനാണ് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 3/4 ഭാഗവും നരകത്തിൽ നിന്ന് മോചിതനാണ് 4 തവണ
തവണ അങ്ങ് ചൊല്ലിത്തെടുത്തു കഴിഞ്ഞാൽ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവൻ മോചിതനാണ്. അല്ലാഹു ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ. ഞങ്ങളെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണല്ലോ. ഞങ്ങളെ ഭാര്യമാരെ രക്ഷപ്പെടുത്തണല്ലോ. ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ. എല്ലാവരും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ. അത്രയും വലിയ മഹത്വമുള്ള ദിക്ർ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്നുള്ള നിയത്തോടെ ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമിയ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക وأن محمدا عبدك ورسولك اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت إني أمسيت اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك അല്ലാഹു നീ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. ഇനി എന്റെ മുത്തുമൂമിന് അവസാനമായി 6 പ്രാർത്ഥനകളാണ്. 21 മുതൽ 26 വരെയുള്ള 5 ദുആകളാണ് ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അല്ലാഹുമ്മ മാ അംസാബി മിൻ നിഅമത്തിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر أمسينا وأمسى الملك لله رب العالمين اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها أمسينا وأمسى الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل اللهم اجعل أول هذه الليلة صلاحا وأوسطها نجاها وآخرها فلاحا يا أرحم الراحمين اللهم إنا نعوذ بك
من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلم. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ, കബൂൽ ചെയ്യണല്ലോ. ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ലോ. അള്ളാഹു ഞങ്ങളെല്ലാ വിഷമത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ, ഞങ്ങളെ രോഗങ്ങൾ സുഖപ്പെടുത്തണല്ലോ, ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തണല്ലോ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ലോ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണല്ലോ, ആഖിബത്ത് നന്നാക്കണല്ലോ, ഈമാൻ സലാമത്ത് നൽകണല്ലോ. ദുനിയാവും ആഖിറവും നീ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണല്ലോ. അതൊക്കാൽ മസായിനെ നീ സ്വീകരിക്കണല്ലോ. ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.